9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. അധ്യാപിക ആശയെയും ഹെഡ്മിസ്ട്രസ് ലിസിയെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ രംഗത്തെത്തിയതിന് പിന്നാലെയാണിപ്പോൾ സസ്പെൻഷൻ നടപടി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ സസ്പെൻഷൻ വിശദീകരിച്ചുകൊണ്ട് സ്കൂൾ വ്യക്തമാക്കുന്നു? ഇപ്പോൾ പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറെയുമാണ് ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നടപടികൾ ഈ അധ്യാപകർക്കെതിരെ എടുത്തത്? ഇതിപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു വലിയ ദുരന്തമാണെന്നല്ല നടന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളിന്ന് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ സ്കൂളിലെ PTA, അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അങ്ങനെ അവരെല്ലാം കുട്ടികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെയും വികാരങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ അന്വേഷണ വിധേയമായി ഇന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചർ ആര്യയെയും അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ലിസി ടീച്ചറെയും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി, ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി, സ്കൂളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു. അന്വേഷണം എങ്ങനെയാണ്? DEയുടെ നേതൃത്വത്തിലും AEന്റെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുവരെ ഇവർ മാറി നിൽക്കുകയാണ്, സ്കൂളിൽ മാറിക്കാണ്. വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പോൾ ആ പ്രതിഷേധം കണക്കിലെടുത്താണോ? വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ നമ്മൾ എന്തായാലും അരുതാത്തത് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് നേരെ നല്ല രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത്തരത്തിൽ 2 അധ്യാപകരെയും ഈ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സെയിം ക്ലാസ്സിലെ കുട്ടികൾ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭാഗം കേട്ടിട്ട് മാത്രമാണ് ഫൈനൽ തീരുമാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മാനേജറും സ്കൂളിലെ HMO അല്ലെങ്കിൽ സ്കൂളിലെ PTA പ്രസിഡൻറ്റ്, മാനേജർ, AEO DO എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഭാഗം കേട്ടതിന് ശേഷം സ്കൂളിലെ HMനെയും 9യിലെ ക്ലാസ് ടീച്ചർ ആശ ടീച്ചറെയും ഒരു കുറച്ച് ദിവസം പറഞ്ഞിട്ടില്ല, അത് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗവും അന്വേഷിക്കണം, പല രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിട്ട് മാത്രമാണ് നമുക്ക് ഫർദർ ആക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് എന്തായാലും പ്രസ് റിലീസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാനേജർ തന്നു കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്.